ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് ഓയിൽ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാനുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കേട്ടോ ക്യാരറ്റ് ഓയിൽ. ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക ആൾക്കാരും ക്യാരറ്റ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരമൊക്കെ നല്ല നിറം വയ്ക്കാനും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ പാടുകളൊക്കെ പോകാനും അതുപോലെ ഫേസിന് നല്ല നിറം വയ്ക്കാനും ഗ്ലോ ആവാനൊക്കെ നല്ലൊരു ഓയിലാണ് നമ്മുടെ ക്യാരറ്റ് ഓയിൽ. അപ്പം നമുക്കത് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് ക്യാരറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് ഞാനിവിടെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വെള്ളത്തിൻ്റെ മയമൊന്നും പാടില്ല കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആൽമണ്ട് ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ, അത് ഉപയോഗിക്കാം. അതുപോലെ എള്ളെണ്ണ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ക്യാരറ്റ് എടുത്തിരിക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് കേട്ടോ എണ്ണ എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് അളവ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എണ്ണയൊക്കെ എടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്കിത് ഓഫ് ചെയ്യണം. കാരണം ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓയിൽ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഞാനിപ്പോൾ ഒരു ബൗളിൽ ഒരു കുപ്പിയിലോട്ടൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കളറ് കണ്ട ഒരു ഓറഞ്ച് കളർ, അതായത് നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു കളറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഈസിയായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണിത്. ക്യാരറ്റും നമ്മുടെ വെളിച്ചെണ്ണയും മാത്രം മതി കേട്ടോ. കുഞ്ഞു കുട്ടികളുള്ളവർക്കൊക്കെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കൊക്കെ തേച്ച് കൊടുക്കുകയാണ് ശരീരമൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. മുതിർന്നവർക്കും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തേച്ചിട്ട് നമുക്ക് 1 മണിക്കൂറിന് ശേഷം നമുക്കിത് കുളിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ലൊരു ഓയിലാണ്. നിറം വയ്ക്കാനും അതുപോലെ ഫേസ് നല്ല നിറം വയ്ക്കാനും ശരീരം മുഴുവൻ നിറം വയ്ക്കാനും അതുപോലെ ഫേസ് നല്ല ഗ്ലോ ആവാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നല്ലൊരു ഓയിലാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണം എല്ലാവർക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാവുന്നൊരു ഓയിലാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓയിലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.